പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കർശന പോലീസ് പരിശോധനകൾ ആരംഭിച്ചു. കൊച്ചിയിലും തിരുവനന്തപുരത്തും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർമാർ അറിയിച്ചു. കൊച്ചി കാർണിവലിൽ ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകൾ എത്തിയാൽ കടത്തിവിടില്ലെന്ന് കൊച്ചി കമ്മീഷണർ പറഞ്ഞു. വൈകിട്ട് 4 മണിയോടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കും. നാളെ രാവിലെ മുതൽ നഗരത്തിൽ കർശന വാഹന പരിശോധന നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DJ പാർട്ടിക്ക് എത്തുന്നവരുടെ പേരുകൾ രജിസ്റ്ററിൽ സൂക്ഷിക്കണമെന്ന് തിരുവനന്തപുരം കമ്മീഷണറും നിർദ്ദേശിച്ചു. കഴിഞ്ഞ തവണ പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ 4 ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു. എന്നാൽ ഇവരെ നിയന്ത്രിക്കുന്നതിനുള്ള പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. മുൻ വർഷത്തെ വീഴ്ച വിലയിരുത്തിയാണ് ഇക്കുറി പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത്. DCPയുടെ നേതൃത്വത്തിൽ 13 DYSPമാരായിരിക്കും സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുക. ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1000 പോലീസിനെ വിന്യസിക്കും. കൊച്ചി നഗരത്തിൽ മൊത്തം 2000-ഓളം പോലീസ് സുരക്ഷയ്ക്കായി ഉണ്ടാകും. പാപ്പാനിയെ കത്തിക്കുന്ന പരേഡ് മൈതാനത്ത് 45,000 പേരെയും തൊട്ടടുത്ത മൈതാനത്ത് 80,000 പേരെയുമാണ് ഉൾക്കൊള്ളാനാവുക. അതിലപ്പുറം ആളുകൾ എത്തിയാൽ ആരെയും കടത്തിവിടില്ലെന്ന് പോലീസ് അറിയിച്ചു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തും കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ രജിസ്റ്ററിൽ സൂക്ഷിക്കണം. ആവശ്യമാണെങ്കിൽ അവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്നും തിരുവനന്തപുരം കമ്മീഷണർ പറഞ്ഞു. മാനവീയം വീഥി, കവടിയാർ, കനകക്കുന്ന്, ശംഖുമുഖം, കോവളം എന്നിവിടങ്ങളിൽ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആളുകളെ കടത്തിവിടുക. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കും. പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ അത് റദ്ദ് ചെയ്യുവാൻ നിർദ്ദേശം നൽകും. പാസ്പോർട്ട് പുതിയതായി എടുക്കേണ്ടവർക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. 12 മണിയോടെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കണം. അതിനുശേഷം ബീച്ചിലോ മാനവീയം വീതിയിലോ പ്രവേശനം അനുവദിക്കില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. അതേസമയം നാളെ രാത്രി 8 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 6 മണി വരെ പെട്രോൾ പമ്പുകൾ സംസ്ഥാനത്ത് അടച്ചിടും. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കുന്നതെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി 10 മണി വരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കൂ. ആശുപത്രികളിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് ജീവനക്കാരെ സംരക്ഷിക്കാനായി സർക്കാർ നിയമനിർമ്മാണം നടത്തിയതുപോലെ പമ്പുകളെ സംരക്ഷിക്കുവാനും നിയമനിർമ്മാണം നടത്തണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പമ്പുകളിൽ ഗുണ്ടാ ആക്രമണവും മോഷണവും പതിവാണെന്ന് സംഘടന പറയുന്നു. പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇന്ധനം നൽകരുതെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇങ്ങനെ ഇന്ധനം നൽകിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് കേന്ദ്ര ഏജൻസികളും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രിയിൽ കുപ്പികളിൽ ഇന്ധനം വാങ്ങാനെത്തുന്നവർ പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണെന്ന് സംഘടന പറയുന്നു. സംസ്ഥാനത്ത് 2000-ഓളം പെട്രോൾ പമ്പുകളുണ്ട്.